ഇപ്പൊ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്. എല്ലാവരും പിരിച്ചുവിട്ടുകളയെന്നാ പറയുന്നത്. പിരിച്ചുവിട്ടുകളയും, എല്ലാവരും ഞങ്ങൾ അതിന് പകരം ആളുകളെ വെക്കും എന്നുള്ള ഭീഷണിയാണ്. എത്ര കാലം ഈ ഭീഷണി നിൽക്കും? എത്ര കാലം ഈ നടപടി തുടരും? ഞാൻ ആശാവർക്കറെ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടു. കച്ചത്തിലൊരു ഡയറി നല്ല വീട്ടിൽ വന്നു. ഇപ്പുറത്താ ഡയറി. ഈ ഡയറിയിൽ വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് വിളി വന്നതെന്ന് പറയാൻ കഴിയില്ല. സെക്രട്ടറിയേറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം 23-ാം ദിവസം എത്തിയിരിക്കുകയാണ്. ഈ സമരം ദിവസം പോകുന്തോറും ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി നേതാക്കൾ അടക്കമുള്ളവരാണ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, ടി സിദ്ദിഖ്, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ, പി കൃഷ്ണദാസ് അടക്കമുള്ളവർ, മാണി സി കാപ്പൻ അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാർ അവർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. എന്തെല്ലാം വൃത്തികേടുകളാണ് ഇവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വൃത്തികേടുകൾ പറഞ്ഞ് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ സർവശക്തി ഉപയോഗിച്ച് അതിനെ നേരിടുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്ര തരം താണ നിലയിൽ നമ്മുടെ സഹോദരിമാരും അമ്മമാരും നടത്തുന്ന ഈ പോരാട്ടത്തെ വിലയിരുത്തുന്ന ഒരു ഗവൺമെന്റും ഒരു പാർട്ടിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ സമരത്തിൽ ഞാൻ അറിഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ആശാവർക്കർമാരല്ല CITUവിന്റെ സമരത്തിലുള്ളത്. എന്നോട് പലരും പറഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അങ്ങനെ അവരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയതാണ്. പല ആളുകളും എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്, ഞങ്ങൾക്ക് എന്തോ ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴറിഞ്ഞ് ഞങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ആശാവർക്കറുടെ കാര്യമാണ് പറയുന്നത്. അതിൽ പ്രതിഷേധിച്ച നിരവധി ആളുകൾ അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഇപ്പൊ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്. എല്ലാവരും പിരിച്ചുവിട്ടുകളയെന്നാ പറയുന്നത്. പിരിച്ചുവിട്ടുകളയും, എല്ലാവരും ഞങ്ങൾ അതിന് പകരം ആളുകളെ വെക്കും എന്നുള്ള ഭീഷണിയാണ്. എത്ര കാലം ഈ ഭീഷണി നിൽക്കും? എത്ര കാലം ഈ നടപടി തുടരും? കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റ് കാണിക്കാത്ത ആ നടപടിയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നിയമസഭാ മാർച്ച് ഇന്നലെ എല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ നിയമസഭാ മാർച്ച് ഒരു ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന മാർച്ചായിരുന്നു. നൂറുകണക്കിന് ആശാ വർക്കർമാർ, ഒരു തൊഴിലുറപ്പ് തൊഴിലാളി ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഒരു തൊഴിലുറപ്പ് തൊഴിലാളി ഇല്ലായിരുന്നു. ഒരു അംഗനവാടി ടീച്ചറും ഇല്ലായിരുന്നു. ഒരു അംഗനവാടി വർക്കറും ഇല്ലായിരുന്നു. ഹെൽപ്പറും ഇല്ലായിരുന്നു. ID കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ സമരം നടത്തിയത്. അപ്പൊ നിങ്ങളുടെ സമരം വളരെ ന്യായമാണ്. ഈ ഗവൺമെന്റിനെ മുട്ടുമുട്ടിക്കുന്നത് വരെ ഈ സമരവുമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഇത്രയും ദിവസമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇയാളെന്താ വിചാരിക്കുക? ഇയാൾ രാജാവാണെന്നാണ് ഇയാളുടെ വിചാരം. എന്നാൽ ഞാൻ മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് വിളിച്ചപ്പോ തന്നെ രോഷമായിരുന്നു. ഇയാൾ എന്താണ് വിചാരിക്കുക? ഇയാളെന്താ രാജാവാണോ? ഞാൻ നികൃഷ്ടജീവിയൊന്നും ഞാൻ നികൃഷ്ടജീവിയെന്ന് വിളിച്ചില്ല, പിന്നെ പരനാറിയെന്ന് വിളിച്ചില്ല, എടാ ഗോപാലകൃഷ്ണൻ ഞാൻ വിളിച്ചില്ല. ഞാൻ മാന്യമായ ഭാഷയിലാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്. അത് അദ്ദേഹത്തിന് സൂചിച്ചില്ല. ഇന്നലെ വലിയ ബഹളമായിരുന്നു അദ്ദേഹം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇദ്ദേഹത്തിന്റെ ഈ അഹങ്കാരവും ധിക്കാരവും കേരളത്തിലെ ആശാ വർക്കർമാരോട് വേണ്ട എന്ന് നിങ്ങളുടെ സമരം തെളിയിക്കുകയാണ്. നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഞാൻ ഇവിടെ നേരുന്നു. ഇത് ഞാൻ 3ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഇനി 300 തവണ ഇവിടെ വരേണ്ടി വന്നാലും നിങ്ങളോടൊപ്പം വരും, നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവ്വ അഭിവാദ്യങ്ങൾ നേരുന്നു. നമസ്കാരം. ശ്രീ രമേശ് ചെന്നിത്തല അവർ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് MLA കൂടിയായ ശ്രീ ടി സിദ്ദിഖ്, ബഹുമാനപ്പെട്ട കാട്ടൂർ സാർ, പ്രിയപ്പെട്ട മിനി, മറ്റ് സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ പെരുമ്പാവൂർ മണ്ഡലത്തിൽ ഗ്രാമയാത്ര എന്ന പേരിൽ ഒരു ഭവന സന്ദർശന ജനകീയ യാത്ര നടത്തിയപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ജനുവരി 2-ാം തീയതി ഗ്രാമയാത്ര ആരംഭിച്ചു പോകുന്ന വഴിയിൽ ഒരു സഹോദരി എന്നെ കാണാൻ നിന്നു. എന്നോട് പറഞ്ഞു, ഞാനൊരു ആശാവർക്കറാണ്, ഞങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട് സാർ. 24 മണിക്കൂറും ജോലി ചെയ്തിട്ട്
ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞങ്ങൾക്ക് സംജാതമായിട്ടുള്ളത്. 17 വർഷം മുമ്പ് ആശാവർക്കർമാർക്ക് കേവലം 1-2 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി. 1000 വീടുകളാണ് ടാർഗറ്റ്. ഇപ്പോൾ 24 മണിക്കൂറും ജോലി ചെയ്യണം. അതുമാത്രമല്ല, ജോലി ചെയ്യുന്നതനുസൃതമായ ശമ്പളം കിട്ടുന്നില്ല. 3000-ലധികം ഭവനങ്ങൾ സന്ദർശിക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ കിട്ടുന്ന തുച്ഛമായ ഓണററി 7000 രൂപ കൊണ്ട്, അല്ലെങ്കിൽ ഡെയിലി കിട്ടുന്ന 230 രൂപ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഒന്ന് നിയമസഭയിൽ അവതരിപ്പിക്കണമെന്ന് പറയുകയും ആ ഗ്രാമയാത്രയിൽ തന്നെ ഞാൻ ഈ വിഷയങ്ങൾ പഠിക്കുകയും നിയമസഭയിൽ നിങ്ങൾ സമരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ എന്റെ ശ്രദ്ധ ക്ഷണിക്കലായി ഈ പ്രശ്നം കൊണ്ടുവരികയും ചെയ്തു. ഇന്ന് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നിയമസഭ സ്തംഭിപ്പിച്ചിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടാണ്, നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. 23 ദിവസമായി നമ്മുടെ സഹോദരിമാർ ഇവിടെ സമരം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഇത് മാർച്ച് മാസമാണ്, കൊടിയ ചൂടാണ്. ആ കൊടിയ ചൂടത്ത് ഇവിടെ 24 മണിക്കൂറിൽ ഇരുന്ന് സമരം ചെയ്തപ്പോ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മൂക്കിനിലാതെ നിങ്ങൾ ഇരുന്നപ്പോ അവരുടെ കണ്ണുകൾ നനഞ്ഞില്ലെങ്കിലും പ്രകൃതിയുടെ കണ്ണുകൾ നനഞ്ഞു. അതാണ് മഴയായി കഴിഞ്ഞ ദിവസം പെയ്തിറങ്ങിയത് എന്ന് സൂചിപ്പിക്കട്ടെ. ഞാൻ ഇന്നലെ നിയമസഭയിൽ വീണ്ടും ഈ വിഷയം ഉന്നയിച്ചു. എന്റെ പ്രസംഗത്തിന്റെ കൂടെ ഈ കാര്യം ഞാൻ പറഞ്ഞു. ഇന്നലെ മലയാള മനോരമയുടെ 2-ാം പേജിൽ മറ്റ് പത്രങ്ങളിലൊക്കെ ആശാവർക്കർമാർ മഴ നനഞ്ഞ് ടാർപോളിൻ ചൂടിയിരിക്കുന്നൊരു പടം വന്നു. വലിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മഴ നനഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ കൊടയുണ്ടെങ്കിൽ നമ്മൾ പോയി വീണ്ടും ചൂടിക്കും. അതല്ലെങ്കിൽ അവനെ നനയാതെ നോക്കും. ഇത്ര വലിയ സഹോദരിമാർ, അമ്മമാർ, പെങ്ങന്മാർ ഇവിടെ നിന്ന് നനഞ്ഞപ്പോ പോലീസ് അധികാരികൾ ഓടിയെത്തി അവൻ യഥാർത്ഥ മാർസിസ്റ്റുകാരനായി മാറി. അവരെന്താ പറഞ്ഞു? ഈ ടാർപോളിൻ അഴിച്ചു മാറ്റണം. നിങ്ങൾ അഴിച്ചു മാറ്റി, നിങ്ങൾ കെട്ടിയിട്ട് പോലുമില്ല. എന്താ ചെയ്തത്? ആരും ചെയ്തതുപോലെ മഴ നനയാതിരിക്കാൻ വേണ്ടി ടാർപോളിന് തലയ്ക്ക് മുകളിൽ പിടിച്ചു. TCPക്ക് ഇവിടെ അവതരിപ്പിച്ചല്ലാതെ അതുപോലെ മടക്കി വയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ പണ്ടൊരു മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് പോലീസുകാരാ. ആ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. കാക്കിക്കോളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും, കാക്കിക്കോളിൽ മാർസിസ്റ്റെങ്കിൽ നിയമം ഞങ്ങൾ ലംഘിക്കും എന്നുള്ളതാണ് ആ മുദ്രാവാക്യമെങ്കിൽ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്, ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുത്തേ പറ്റൂ. 1000 രൂപയില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും? ഞങ്ങളുടെ നാട് പെരുമാവൂരാണ്. 1 ലക്ഷം അതിഥി തൊഴിലാളികളുണ്ട്. ബംഗാളിൽ നിന്ന് വന്നവർ, അല്ലെങ്കിൽ ഒറീസയിൽ നിന്ന് വന്നവർ 1 ലക്ഷം അതിഥി തൊഴിലാളികളുണ്ട്. അവരൊരു ദിവസം 2000 രൂപ സമ്പാദിക്കുന്നുണ്ട്. പാവപ്പെട്ട ആശാ വർക്കർമാർ രാവിലെ മുതലേ വീടാന്തരം കയറി ഇറങ്ങി ഈ പണികളെല്ലാം ചെയ്തു. എന്താ ഒരു സഹോദരി പറഞ്ഞു, ഞങ്ങൾക്ക് പട്ടിപ്പണിയാണ്. പിന്നെന്താ? പട്ടിപ്പണിയാണ്, എച്ചിൽ കാശാണ്, അതുമാത്രമേ രാജകീയമായിട്ടുള്ള ജോലിയാണ്. ജോലി പറയുമ്പോൾ ആശ വലിയ ജോലിയാണ്, നമുക്ക് നല്ലൊരു ജോലിയാണ് പറയും ആശാ വർക്കർമാർ. സമൂഹത്തിൽ വിലയും നിലയുണ്ട്. പക്ഷെ തുച്ഛമായ വരുമാനം, ഈ പണിയെല്ലാം ചെയ്യണം. നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യമില്ല. ഒരു അതിഥി തൊഴിലാളി 2000 സമ്പാദിക്കുമ്പോ നമ്മുടെ അമ്മമാർക്ക് 24 മണിക്കൂർ ഡ്യൂട്ടി 230 രൂപ. ഞാൻ ആശാ വർക്കറെ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടു. കച്ചത്തിലൊരു ഡയറി നല്ല വീട്ടിൽ വന്നു. ഇപ്പുറത്താ ഡയറി. ഈ ഡയറിയിൽ വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് വിളി വന്നതെന്ന് പറയാൻ കഴിയില്ല. രാത്രി കിടക്കുമ്പോൾ മൊബൈൽ ചെവിയിൽ ഓണാക്കി വെക്കണം. നാളെ പുതിയ സർവേ, പഞ്ചായത്ത് സർവേ, മന്ത്രി വരുമ്പോൾ സെന്റിൽ കയറി ഇരിക്കണം, ബാങ്കിന്റെ സർവേ, ഇങ്ങനെയുള്ള സർവേകളെല്ലാം എടുത്ത് മന്ത്രിയുടെ പ്രസംഗത്തിന് കൈയടിക്കണം. 10 രൂപ കിട്ടാൻ വേണ്ടി കൈയടിക്ക്. ഇത്ര മോശപ്പെട്ട മന്ത്രിയാണോ? വീണ ജോർജ് നല്ലൊരു സ്ത്രീയാണ്, ഒരു സഹോദരിയാണ്, അവരൊരു അമ്മയാണ്, പെങ്ങളാണ്. ആ സഹോദരിക്കെങ്കിലും നിങ്ങളുടെ വേദന അറിയാൻ കഴിയണ്ടേ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മകളെയോ മരുമകളെയോ ബന്ധുവിനെയോ ഒരു ആശാവർക്കറാക്കി മാറ്റുവാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ ശമ്പളം കൂടാൻ സാധ്യതയുണ്ട്. മന്ത്രിമാരുടെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, മരുമക്കളുടെ കാര്യങ്ങൾ, ഇത് മാത്രമാണ് ഇവരുടെ ആലോചനയിലുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വിചാരിച്ചത് വീണ ജോർജ് 3-4 ദിവസമായി സംസാരിക്കുക. ആശ എന്ന വാക്കിന്റെ ഫുൾ ഫോം പറഞ്ഞുകൊണ്ടിരിക്കുക. 3 യോഗത്തിലും ആശ എന്നാണെന്ന്
തുടങ്ങിയത് അന്ന് മുതൽ ആശ എന്ന രൂപത്തിന്റെ ഫുൾ ഫോം ഇതാണ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആർട്ടിസ്റ്റ്. ഇത് ആർക്കും അറിയാത്തത്? ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കിയ കാലഘട്ടമല്ല ഇന്ന്. മറ്റു സംസ്ഥാനങ്ങളിൽ വരുമാനം കുറവാണ് പറയുന്നത്. കേരളവുമായി തൊഴിലിരുന്നു ആസാം. മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടെ കിട്ടുന്ന പഠിക്കുന്ന കാര്യമുണ്ടോ? അവിടെ കിട്ടുന്ന സ്ഥലത്ത് ജീവിക്കാൻ കഴിയുമോ? കഴിയില്ല. ഈ സാഹചര്യം അതീവ ഗുരുതരമാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ പിന്തുണ ലഭ്യമായിട്ടുള്ള സമരമില്ല. ആശാ വർക്കർമാരുടെ നിങ്ങൾ നടത്തുന്ന സമരത്തിന് ജനകീയമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമനെ വലിയ പിന്തുണയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക.